നമസ്കാരം. കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ലോകപ്രശസ്തമായ ഒരു വാഹനത്തിനൊപ്പമാണ്. സ്കോഡ ഓട്ടോയുടെ ഒക്ടേവിയ RSൻ്റെ 5th ജനറേഷനൊപ്പം ഡൽഹി നോയിഡയിലുള്ള ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ ട്രാക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് തവണ പല വാഹനങ്ങളുമായിട്ട് ഇവിടെ വരുന്നു. അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. എന്തായാലും ഈ വാഹനത്തിൻ്റെ ട്രാക്ക് എക്സ്പീരിയൻസ് കഴിഞ്ഞു. ഞാൻ ആകെ ത്രില്ഡിലാണ്. അതിൻ്റെ ഒരു ഇത് ഇപ്പോഴും പോയിട്ടില്ല എന്ന് തന്നെ പറയാം. ശരിക്കും 6.6 മില്യൺ കാറുകളാണ് ലോകത്തുടനീളമായിട്ട് ഈ വാഹനം ഇതുവരെ വിറ്റിരിക്കുന്നത്. നമ്മളോടൊപ്പമുള്ളത് 5th ജനറേഷൻ സ്കോഡ ഒക്ടേവിയ RS ആണ്. RS ബാഡ്ജിംഗ് എന്ന് പറഞ്ഞാൽ റാലി സ്പോർട്സ് സ്പിരിറ്റിലുള്ള വാഹനങ്ങൾ റോഡിൽ എത്തുമ്പോൾ അവർ നൽകുന്ന ഒരു ബാഡ്ജിംഗ് ആണ് RS എന്നുള്ളത്. ശരിക്കും ഇതിനെ പ്രണയിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെറും 20 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ്ലി ബിൽറ്റപ്പ് യൂണിറ്റായിട്ട് ഇന്ത്യയിൽ എത്തിയ 100 വാഹനങ്ങളും ഉടനടി വിറ്റത്. ഈ വാഹനം ഇപ്പോൾ 5 നിറങ്ങളിലാണ് എത്തുന്നത്. 2 ലിറ്റർ ടർബോ TSI എഞ്ചിനിൽ എത്തുന്ന 7 സ്പീഡ് DSG ട്രാൻസ്മിഷനിലാണ് വാഹനം എത്തുന്നത്. 0 നിന്ന് 100 കിലോമീറ്റർ സ്പീഡിലെത്താൻ വാഹനം എടുക്കുന്നത് 6.4 സെക്കൻഡ് മാത്രമാണ്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് 250 കിലോമീറ്റർ ആയിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഈ ട്രാക്കിൽ അത് 200 കിലോമീറ്റർ ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ആ ഒരു സ്പീഡ് അച്ചീവ് ചെയ്തു. എന്തായാലും സ്കോഡ ഒക്ടേവിയ RSൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയൊരു ലെഗസിയാണ് ഒക്ടേവിയ RSന് പറയാനുള്ളത്. 66 വർഷത്തെ ലെഗസി, 6.6 മില്യൺ ലോകത്തുടനീളം ഈ വാഹനം വിറ്റുകഴിഞ്ഞു. 1959 ഒക്ടേവിയ RS എത്തുന്നത്. ഒക്ടേവിയ എന്നുള്ളത് ഒരു ലാറ്റിൻ വേർഡാണ്. ഒക്ടേവ എന്ന ലാറ്റിൻ വേർഡിന്റെ അർത്ഥം 8ാമത് എന്നുള്ളതാണ്. ഈ വാഹനം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്കോഡ ബ്രാൻഡ് ഇറക്കിയ 8ാമത്തെ മോഡലാണ്. RS ബാഡ്ജിംഗ് അല്ലെങ്കിൽ റാലി സ്പോർട്സ് ബാഡ്ജിങ്ങോടുകൂടി ഒരു വാഹനം റോഡുകളിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഇത്തരം വാഹനങ്ങളുടെ ആരാധകർ ആഗ്രഹിക്കുന്നത് ഡ്രൈവിംഗ് പ്രിസിഷൻ, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ത്രിൽ, അതേപോലെ തന്നെ വാഹനത്തിന്റെ പെർഫോമൻസ് ഒക്കെ തന്നെയാണ്. എന്തായാലും ഈ പറഞ്ഞ എല്ലാം തന്നെയും നൽകാൻ കഴിയുന്ന ഒരു മികച്ച വാഹനമാണ് സ്കോഡയുടെ ഈ പെർഫോമൻസ് സെഡാൻ. അതുകൊണ്ട് തന്നെയാണ് 6.6 മില്യൺ വാഹനങ്ങൾ ലോകത്തുടനീളമായിട്ട് ഇവർക്ക് വിൽക്കാൻ പറ്റിയത്. ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് 20 മിനിറ്റിനുള്ളിൽ തന്നെ കംപ്ലീറ്റ്ലി ബിൽറ്റപ്പ് യൂണിറ്റ് ആയിട്ട് ആദ്യം എത്തിയ 100 വാഹനങ്ങളും വിൽക്കാൻ ഈ വാഹന ബ്രാൻഡിന് കഴിഞ്ഞു. ശരിക്കും നവംബർ 6 2 ദിവസത്തിന് ശേഷം ഇതിൻ്റെ ഡെലിവറിയും തുടങ്ങുകയാണ്. ആദ്യത്തെ എല്ലാ വാഹനങ്ങളും വിറ്റു കഴിഞ്ഞു. എങ്കിലും സ്കോഡ ഓട്ടോ ഈ വാഹനത്തിൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, ട്രാക്ക് എക്സ്പീരിയൻസ് നമുക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്. എന്നാലും മികച്ചൊരു ട്രാക്ക് അനുഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തത്ര മികച്ച ഒരു ട്രാക്ക് അനുഭവമാണ് ഇപ്പോൾ നടന്നത്. (2004) സ്കോഡ ഒക്ടേവിയ RS ഇന്ത്യയിലെത്തുന്നത്. ശരിക്കും 1959 ഈ വാഹനത്തിൻ്റെ ഒരു ലോഞ്ച് എന്ന് ഞാൻ പറഞ്ഞു. 66 വർഷത്തെ ലെഗസിയാണ് ഈ വാഹന ബ്രാൻഡിന് പറയാനുള്ളതെന്ന് പറഞ്ഞു. ആദ്യം ഈ വാഹനം എത്തുന്നത് 2 ഡോറിലാണ്. ഇന്നത്തെ ഈ ഒരു രൂപത്തിൽ സ്കോഡ ഒക്ടേവിയ RS എത്തുന്നത് 1996 92 ഫോക്സ് വാഗൻ ഗ്രൂപ്പുമായിട്ട് സ്കോഡ ലയിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു ഡിസൈനിൽ മാറ്റം വന്നിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ 5th ജനറേഷൻ ആണ്. ശരിക്കും ഇത് ഇടയ്ക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്തിരുന്നു. അതായത് പുതിയ വാഹന നിർമ്മാണ മേഖലയിലെ പുതിയ നിയമങ്ങൾക്കനുസരിച്ചിട്ട് അത് പാലിക്കാൻ വേണ്ടിയിട്ട് 2023 ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ രൂപത്തിൽ കൂടുതൽ സ്മാർട്ടറായിട്ട് സ്കോഡ ഒക്ടേവിയ RS എത്തിയിരിക്കുകയാണ്. ഇത് ഓടിക്കാൻ പറ്റിയത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നു. 2004 ഇന്ത്യയിലേക്ക് സ്കോഡ ഒക്ടേവിയ RS എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യത്തെ ടർബോ ചാർജ് പെട്രോൾ പാസഞ്ചർ വാഹനമാണ് സ്കോഡ ഒക്ടേവിയ RS. ആ ഒരു യൂറോപ്യൻ എഞ്ചിനീയറിംഗോട് കൂടിയിട്ട് യൂറോപ്യൻ എഞ്ചിനീയറിംഗിൽ അത്തരത്തിൽ ടർബോ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പാസഞ്ചർ വെഹിക്കിൾ എത്തിയപ്പോൾ അന്ന് മുതൽ തന്നെ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിലും പെർഫോമൻസിലും അതുപോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയറിലും ഒക്കെ തന്നെ ഒരുപാട് ആരാധകരെ നേടാൻ സ്കോഡ ഒക്ടേവിയയ്ക്ക് കഴിഞ്ഞു. ആ ഒരു ഇഷ്ടം ഇപ്പോഴും തുടരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്കോഡ ഓട്ടോ ഇന്ത്യയുടെ ഈ ഒക്ടേവിയയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയധികം മനുഷ്യർ ഇവിടെ കാത്തിരുന്നതും എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും.
സ്കോഡ ഒക്ടേവിയയുടെ ഇന്റീരിയർ സ്പോർട്സ് തീമിൽ തന്നെ ഉണ്ടാക്കിയതാണ്. RS ബാഡ്ജിങ്ങോട് കൂടിയിട്ട് ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ എന്ന് പറയുമ്പോൾ സീറ്റുകൾ നോക്കുക, ട്രാക്ക് എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോൾ നമ്മളെ ശരിക്കും ചുറ്റോട് ചുറ്റും നമ്മളെ പൊതിഞ്ഞിരിക്കുന്നത് പോലെ നമ്മളുടെ സൈ സപ്പോർട്ട് ആണെങ്കിലും ലംബാർ സപ്പോർട്ട് ആണെങ്കിലും നമുക്ക് ഫുൾ ഒരു സപ്പോർട്ട് തരുന്ന രീതിയിലുള്ള ഒരു സീറ്റാണ്. ഇതിനകത്തേക്കൊക്കെ ആ ഒരു റെഡ് സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട്. RS ബാഡ്ജിങ് ഇവിടെയായിട്ട് വന്നിട്ടുണ്ട്. സ്പോർട്സ് വാഹനങ്ങളിൽ കാണുന്നത് പോലത്തെ സീറ്റുകളാണ് ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നത്. ലംബാർ സപ്പോർട്ട് നന്നായി ലഭിക്കുന്ന രീതിയിലാണ് ഈ സീറ്റിന്റെ ഡിസൈനും എല്ലാം തന്നെ. അതുപോലെ തന്നെ ഇതിനകത്ത് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മസാജിങ് ഫംഗ്ഷൻ ഉണ്ട്, മെമ്മറി ഫംഗ്ഷൻ ഉണ്ട്, ഹീറ്റിംഗ് ഫംഗ്ഷനും എല്ലാം തന്നെയും ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നു. 3 സ്പോക്ക് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലാണ്, സ്പോർട്സ് സ്റ്റിയറിംഗ് വീലാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. 10 ഇഞ്ച് വലിപ്പത്തിലുള്ള ഡിജിറ്റൽ കോക്പിറ്റ് ആണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. മറ്റൊന്നെന്ന് വെച്ച് ഇതിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എല്ലാ കണക്ടിവിറ്റിയും ഇതിനകത്തേക്കുണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം തന്നെയുണ്ട്. 32.77 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്. മറ്റൊന്നെന്ന് വെച്ചാൽ സ്പേഷ്യസ് ആയിട്ടുള്ള സ്പോർട്ടി ആയിട്ടുള്ള ഇന്റീരിയർ ആണ് നമുക്ക് കാണാൻ പറ്റുക. ഇത്തരം ഒരു പ്രീമിയം പെർഫോമൻസ് സെഡാൻ എന്ന് പറയുമ്പോൾ 50 ലക്ഷമാണ് ഇപ്പോൾ ഇതിന്റെ എക്സ് ഷോറൂം പ്രൈസ് ആയിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ബിൽറ്റപ്പ് യൂണിറ്റ് ആയിട്ടാണ് ഈ വാഹനം എത്തുന്നത്. സ്കോഡ വാഹനങ്ങളെ കുറിച്ചിട്ട് എപ്പോഴും നമ്മൾ പറയുമ്പോൾ ഇതിന്റെ ഇന്റീരിയർ ആണെങ്കിലും ഇതിന്റെ പെർഫെക്ഷൻ ആണെങ്കിലും പിന്നെ അവരുടെ സിംപ്ലി ക്ലവർ ഐഡിയാസ് എന്ന് പറഞ്ഞ് കുറെ യൂട്ടിലിറ്റി സ്പേസസ് ഒക്കെ അവർ കൊണ്ടുവരും. ശരിക്കും പറഞ്ഞാൽ അവരുടെ ജർമ്മൻ എഞ്ചിനീയറിംഗിനൊപ്പം തന്നെയും ഇവർ ഈ എങ്ങനെയാണ് ഇത്ര ബ്രില്യൻ്റ് ആയിട്ട് യൂട്ടിലിറ്റി സ്പേസസ് ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിലും നമുക്ക് എപ്പോഴും അവർ ഒരു എന്താ പറയുക വലിയൊരു ഇംപ്രഷനാണ് നൽകുന്നത്. ശരിക്കും ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ തന്നെയും പെർഫെക്റ്റ് ആണ്. മറ്റൊന്നും പറയാനില്ല. ലോകം മൊത്തം ഇത്രയധികം ആരാധകർ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, 6.6 മില്യൺ കാറുകൾ വിറ്റു എന്ന് പറയുമ്പോൾ തന്നെ എത്രയധികം ആരാധകർ ഈ വാഹനത്തിനുണ്ട് എന്ന് നമുക്ക് വീണ്ടും മനസ്സിലാക്കും. 2 ലിറ്റർ 4 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനിലാണ് ഈ വാഹനം എത്തുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ, അതായത് 2004 ഈ വാഹനം അവതരിപ്പിച്ചപ്പോൾ തന്നെ ആദ്യത്തെ ടർബോ പെട്രോളിലുള്ള വാഹനം അവതരിപ്പിച്ചുകൊണ്ട് സ്കോഡ എത്തിയത്. ശരിക്കും സ്കോഡ ഇപ്പോൾ 25 വർഷത്തെ ഒരു ലെഗസി സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 25ാം വർഷത്തിൽ അവരുടെ ഐക്കോണിക് പെർഫോമൻസ് സെഡാൻ വീണ്ടും കൊണ്ടുവന്നു എന്നുള്ളതാണ് സ്കോഡയുടെ വലിയ ഒരു കാര്യം. ശരിക്കും ആഘോഷിക്കപ്പെടുകയും ചെയ്തു എന്ന് പറയാം. 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലുള്ള 4 സിലിണ്ടർ വാഹനമാണ്. ഇതിന്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ 265 PS-ഉം 370 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ്. ശരിക്കും ഈ വാഹനത്തിന്റെ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത ഒരു അനുഭവമാണ് നമുക്കിപ്പോൾ കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും. പിന്നെ 7 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിനകത്തേക്ക് സ്പോർട്സ് ട്യൂൺഡ് എക്സ്ഹോസ്റ്റ് പൈപ്പൊക്കെ വന്നിട്ടുണ്ട്. പ്രത്യേക ശബ്ദമൊക്കെയാണ്, അതൊക്കെ നമുക്ക് കേൾക്കാം. ഓരോ വളവിലും ത്രിൽ ഫൺ എന്നൊക്കെ പറയുന്നതാണ് ശരിക്കും ഇപ്പോൾ എനിക്ക് അനുഭവിക്കാൻ പറ്റിയത്. ഡ്രൈവിങ്ങിന്റെ ഓരോ വളവിലും ശരിക്കും കോർണറിങ്ങിലും ഒക്കെ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഈ സേഫ്റ്റി ഫീച്ചേഴ്സ്, അതായത് പുതിയ അഡാസ് സ്യൂട്ടാണ് ശരിക്കും ഒക്ടേവിയ RSന്റെ 5th ജനറേഷനിലേക്ക് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് 10 എയർ ബാഗുകൾ വരുന്നുണ്ട്, അഡാസ് സൗകര്യങ്ങൾ വരുന്നുണ്ട്, ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്, 360 വ്യൂ ക്യാമറ വരുന്നുണ്ട്. 5 കളറുകളിലാണ് ശരിക്കും ഈ വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് മാംബ ഗ്രീൻ എന്ന് പറയുന്ന വാഹനമാണ്. ശരിക്കും ഇവരുടെ കമ്മ്യൂണിക്കേഷൻ കളർ ഇതാണ്. പരസ്യങ്ങളിലെല്ലാം കാണുന്ന കളറും ഇതാണ്. ഇത് കൂടാതെ 4 കളർ കൂടി സ്കോഡ ഒക്ടേവിയ RSനുണ്ട്. കാൻഡി വൈറ്റും, റേസ് ബ്ലൂവിലും, മാജിക് ബ്ലാക്കിലും, വെൽവെറ്റ് റെഡിലും ഈ വാഹനം എത്തുന്നു. ശരിക്കും ഈ വാഹനത്തിന്റെ ഡെലിവറി നവംബർ 6-നാണ് തുടങ്ങുക. ഈ പ്രീമിയം പെർഫോമൻസ് സെഡാന്റെ നീളം എന്ന് പറഞ്ഞാൽ 4709 mm ആണ്. വീതി 1829 mm ആണ്. ഇതിന്റെ ഹൈറ്റ് 1457 mm ആണ്. 600 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിനുള്ളത്. 1555 ലിറ്റർ ആയിട്ട് നമുക്ക് ഇതിന്റെ സെക്കൻഡ് റോ ടംബിൾ ചെയ്ത് കഴിഞ്ഞാൽ 1555 ലിറ്ററിലേക്ക് നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വലിയ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പോർട്ടി ലുക്കിലാണ് ഈ വാഹനത്തിന് ഇന്റീരിയർ വന്നിരിക്കുന്നതെന്ന് എടുത്തു പറയുന്നു. (32.77 സെന്റിമീറ്റർ വലിപ്പത്തിലുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലൂടെ സ്കോഡയുടെ കണക്ടിവിറ്റി എല്ലാം തന്നെ നമുക്ക് ലഭ്യമാകും. ഇതിനകത്തേക്ക് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിങ്ങനെ എല്ലാം തന്നെയും ഉണ്ട്. ഓവർ ദ എയർ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. 3 സോൺ ക്ലൈമറ്റിക് കൺട്രോളാണ് ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്തേക്ക് പ്രീമിയം ക്യാൻഡൻ 675 വാട്ടിലുള്ള 11 സ്പീക്കേഴ്സ് ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സബ് വൂഫറുകളും വന്നിട്ടുണ്ട്. വളരെ മികച്ച ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ വാഹനത്തിലേക്ക് ലഭിക്കുന്നത്. ഇതിന്റെ ബോട്ട് ഇലക്ട്രിക്കലി നമുക്ക്
നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ശരിക്കും റാലി സ്വഭാവത്തിലുള്ള വളരെ എയറോഡൈനാമിക് രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ. സ്കോഡ ഒക്ടേവിയ RSന്റെ റിയർ കാഴ്ച അതിമനോഹരമാണ്. റാലി സ്പോർട്സ് കാറുകളിൽ കാണുന്നത് പോലെ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ റിയർ കാഴ്ചയാണ് ഇത്. അപ്പോൾ സ്കോഡ ഒക്ടേവിയയുടെ ലെക്ചറിങ് ഇവിടെയായിട്ട് ഗ്ലോസി ബ്ലാക്കിൽ കാണാം. ഒക്ടേവിയ എന്ന് പറയുന്ന ബാഡ്ജിങ് ഇവിടെ, സ്കോഡ എന്ന് പറയുന്ന ബാഡ്ജിങ് ഇവിടെ, അതുപോലെ തന്നെ റാലി സ്പോർട്സ് RS ബാഡ്ജിങ് ഇവിടെയായിട്ട് കാണുന്നു. ഏറ്റവും പ്രത്യേകതയായിട്ട് പറയാനുള്ളത് സ്പോർട്സ് എക്സ്ഹോസ്റ്റ്. ശരിക്കും ഈ ശബ്ദത്തിന് ആരാധകർ ഏറെയാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് കളറിൽ ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത് ഡ്യുവൽ എക്സ്ഹോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയെല്ലാം സെൻസസ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് പറഞ്ഞു 360 ഡിഗ്രി സറൗണ്ട് വ്യൂ ക്യാമറ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്റ്റാൻഡേർഡ് ഫിറ്റ് LED റിയർ ലൈറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആനിമേറ്റഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു. റാലി സ്പോർട്സ് കാറുകളിൽ കാണുന്നത് പോലെ വാഹനത്തിന്റെ വിഡ്ത്തിന് മൊത്തത്തിൽ, അതായത് ലെഫ്റ്റ് ടു റൈറ്റ് മൊത്തത്തിലായിട്ട് ഒരു റെഡ് റിഫ്ലക്റ്റീവ് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് സ്കോഡ ഒക്ടേവിയ RSൽ എന്നുകൂടി എടുത്തു പറയുന്നു. ഹൈ ഗ്ലോസ് വിൻഡോ സ്ട്രിപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. സൈഡ് പ്രൊഫൈൽ അത് വളരെ ഭംഗിയായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഇതിനകത്തേക്കും ഗ്ലോസി ഫീൽ ഉള്ള ഒരു കവറിലാണ് ശരിക്കും ഇതിൻ്റെ സൈഡ് വ്യൂ മിറർ കൊടുത്തിരിക്കുന്നത്. സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാൻഡിൽസ് ഒക്കെ തന്നെ ബോഡി കളറിലാണ്. സ്പോർട്സ് ടയേഴ്സ് തന്നെയാണ് ഇതിനകത്തേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. 19 ഇഞ്ചസ് വലിപ്പമാണ് അതിന് ഉള്ളത്. സ്കോഡ ഒക്ടേവിയ RSന്റെ 5th ജനറേഷനിലെ മുൻഭാഗത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈ ഗ്ലോസ് റേഡിയേറ്റർ ഗ്രില്ലാണ്. സ്കോഡ വാഹനങ്ങളിലെല്ലാം നമുക്കറിയാം ഈ ബട്ടർഫ്ലൈ ഗ്രില്ല് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതിനകത്തേക്ക് ആ RS ബാഡ്ജിങ് വന്നിട്ടുണ്ട്. ഒക്ടേവിയ RS എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ്, സ്കോഡയുടെ ബാഡ്ജിങ്. ഇതിൻ്റെ ലോ സ്റ്റാൻഡ്സിലുള്ള ഒരു വാഹനമാണ്. നമ്മളോടൊപ്പം ഉള്ളത് ഒരു പ്രീമിയം പെർഫോമൻസ് സെഡാനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റുകളുടെ ഒരു സൗന്ദര്യം നോക്കുക. 2nd ജനറേഷൻ LED മാട്രിക്സ് ബീം ഹെഡ്ലൈറ്റ്സ് ആണ് ഇതിൻ്റെ മുൻഭാഗത്തെ മറ്റൊരു പ്രത്യേകത. റേഡിയേറ്റർ ഗ്രില്ലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് ഇതിങ്ങനെ ഒഴുകി കിടക്കുന്നു. ഈ ഒരു ക്യാരക്ടർ ലൈനാണ് സ്കോഡ വാഹനങ്ങളുടെ ഏറ്റവും വലിയൊരു ഭംഗി. ഏത് വാഹനം നോക്കിയാലും വളരെ ഷാർപ്പായിട്ടും വളരെ തിന്നായിട്ടുള്ള ഇത്തരം ഈ ഒരു കർവുകൾ ഒരു രക്ഷയുമില്ലാത്ത പെർഫെക്ഷൻ നമുക്ക് തോന്നുന്നത് സ്കോഡ വാഹനങ്ങളുടെ ഒരു മുഖമുദ്രയായിട്ട് തന്നെ അതിരിക്കുന്നു. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ പ്രത്യേകതകൾ എന്ന് പറയാം. ബുത്ത് ഇൻ്റർനാഷണൽ സർക്യൂട്ടിലൂടെ ഒരു വാഹനം ഓടിക്കാൻ അവസരം കിട്ടുക എന്നത് ഒരു കാർ എന്തൂസിയാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാഗ്യമാണ്. പ്രത്യേകിച്ചും റാലി കാർസ് ഹെറിറ്റേജ് ഉള്ള ഒരു വാഹനം. ഒക്ടേവിയ RS ഓടിക്കാൻ ഒരു അവസരം ലഭിച്ചു. അത് ഒരുപാട് എൻജോയ് ചെയ്ത് അഭിമാനത്തോടു കൂടി പൂർത്തിയാക്കി. അപ്പം ഒരുപാട് കാര്യങ്ങളാണ് ഇത്തരം ഒരു അവസരത്തിൽ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്. അതിൽ അഭിമാനവും ത്രില്ലും പിന്നെ സ്കോഡയോടുള്ള ഒടുങ്ങാത്ത ഇഷ്ടവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ ട്രാക്കിലൂടെയുള്ള എൻ്റെ 10ാമത്തെ ഡ്രൈവാണിത്. സ്ലാലം, മൂസ്റ്റേഴ്സ്, ഹാൻഡ്ലിംഗ് ട്രാക്ക് എന്നിങ്ങനെ 3 വിഭാഗത്തിലായിരുന്നു ഒക്ടേവിയ RSുമായിട്ട് നമുക്ക് ഉള്ള ഒരു എക്സ്പീരിയൻസ് നേടേണ്ടിയിരുന്നത്. ശരിക്കും ഈ ഓരോ വിഭാഗത്തിലും 3 ലാപ്പുകളായിരുന്നു അനുവദിച്ചിട്ടുള്ളത്. ഓരോ ലാപ്പിലും വളരെ കൺട്രോൾഡായി മികച്ച പെർഫോമൻസ് നൽകാൻ ഒക്ടേവിയ RSന് കഴിഞ്ഞു. ഓരോ കർവിലും എത്ര ഉയർന്ന സ്പീഡിലാണെങ്കിലും ഈ വാഹനം മികച്ച രീതിയിൽ നമ്മളെ അതിശയിപ്പിക്കുന്നു. ഇതിൻ്റെ ഇൻസ്റ്റൻറ്റ് റോക്കിൽ നിന്നും വാഹനത്തിൻ്റെ ആക്സിലറേഷൻ, അതുപോലെ തന്നെ ഹാർഡ് ബ്രേക്കിങ്ങിന് ശേഷം വീണ്ടും വേഗതയിലേക്കുള്ള അനായാസ കുതിപ്പ്, കൃത്യമായ ഇൻസ്ട്രക്ടറുടെ നിർദ്ദേശം ഓരോ അവസരത്തിലും ഉണ്ടായിരുന്നു. Speed and now brake hard, yeah, perfect like this. 200 കിലോമീറ്റർ എന്ന ഇതിൻ്റെ ഒരു വേഗത അവർ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ വാഹനത്തിൻ്റെ ഉയർന്ന സ്പീഡ് 270 എങ്കിലും 3 ഡിസ്പ്ലേയിൽ 3 അക്കത്തിലേക്ക് വാഹനം പോകുമ്പോഴൊക്കെ തന്നെയും അഭിമാനം തോന്നി. വളരെ സെൻസിറ്റീവായിട്ടുള്ള, വളരെ ഷാർപ്പറായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് ഈ ഒക്ടേവിയ RSനുള്ളത്. ഇതിൻ്റെ ബ്രേക്കിംഗ് പ്രിസിഷൻ വളരെ മികച്ചതാണ്. അതുപോലെ തന്നെ എല്ലാ അവസരത്തിലും ഇതിൻ്റെ ഒരു ഡൈനാമിക്സ് വളരെ മികച്ചതായിട്ട് തന്നെ പറയുന്നു. ടെക്നിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ട്രാക്കിലൂടെ സ്കോഡ ഒക്ടേവിയ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോയ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മികച്ച അനുഭവമായിട്ട് തന്നെ എടുത്തു പറയുന്നു.